അമേരിക്കയും ഇസ്രായേലും വീണ്ടും ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുന്നു എന്ന വാർത്തകൾ പല മീഡിയകളും റിപ്പോർട്ട് ചെയ്യുന്നു. ചൈന സന്ദർശനത്തിന് ശേഷമുള്ള സ്ഥിതിഗതികൾ പ്രസിഡന്റ് ട്രംപുമായി ആലോചിക്കുമെന്നാണ് നെതന്യാഹു പറയുന്നത്. ഡൊണാൾഡ് ട്രംപ് തൻ്റെ എക്സിൽ വാർണിംഗ് ഇറാന് നൽകിയിരിക്കുന്നു. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറയുന്നത് അമേരിക്കയുടെ ഭീഷണിക്ക് മുമ്പിൽ ഒരിക്കലും രാജ്യം മുട്ടുമടക്കുകയില്ല. സങ്കീർണമായ സാഹചര്യമാണുള്ളത്. എങ്ങനെ യുദ്ധം അവസാനിപ്പിക്കണം എന്ന കാര്യത്തിൽ ഡൊണാൾഡ് ട്രംപിന് യാതൊരു ഐഡിയയും കിട്ടുന്നില്ല. ഡിപ്ലോമസി എന്താണ്, അല്ലെങ്കിൽ പൊങ്ങച്ചം എന്താണ്, ബ്ലസ്റ്ററും ഡിപ്ലോമസിയും തമ്മിലുള്ള വ്യത്യാസം ട്രംപിന് മനസ്സിലായിട്ടില്ല. ചൈന സന്ദർശനം ഏതാണ്ട് പരാജയമായിരുന്നു. ചൈനയുടെ പിന്തുണ ട്രംപിന് നേടിയെടുക്കാൻ സാധിച്ചില്ല. എങ്ങനെ ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്ന കാര്യത്തിൽ അവർക്ക് സന്ദേഹമുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ ശക്തിയായ അമേരിക്കക്ക് ഹോർമൂസ് തുറപ്പിക്കാനോ തങ്ങളുടെ ഡിമാൻഡുകൾ ഇറാനെ കൊണ്ട് അംഗീകരിപ്പിക്കാനോ സാധിക്കാത്ത വിധത്തിൽ നാണം കെട്ടു നിൽക്കുകയാണ്. പരസ്പര വിരുദ്ധമായ പ്രസ്താവനകൾ ഇറക്കി ലോകത്തിൻ്റെ മുമ്പിൽ അപഹാസ്യനാവുകയാണ് ട്രംപ്. ഇറാൻ അവരുടെ പൊസിഷൻ ഒന്നുകൂടി ശക്തമാക്കുന്ന വിധത്തിൽ ഹോർമൂസിൽ ഒരു അതോറിറ്റി രൂപീകരിച്ചിരിക്കുന്നു. അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തെ നിയന്ത്രിക്കാൻ ഒരു ഗവേണിംഗ് ബോഡി, പേർഷ്യൻ ഗൾഫ് സ്ട്രൈറ്റ് അതോറിറ്റി എന്നാണ് ആ ഗവേണിംഗ് ബോഡിയുടെ പേര്. ദേശീയ സുരക്ഷാ കൗൺസിൽ എക്സിലൂടെയാണ് ഈ വിവരം പങ്കുവെക്കുന്നത്. ഹോർമൂസിൻ്റെ പരിപൂർണമായ നിയന്ത്രണം തങ്ങളുടെ പക്ഷത്താണെന്ന് സ്ഥാപിക്കുകയാണ് ഇറാൻ. ലോകം ഒട്ടാകെ യുദ്ധത്തിൻ്റെ പ്രതിസന്ധി അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. 65% ആളുകളും യുദ്ധത്തിന് എതിരാണ്. മാത്രമല്ല റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ആളുകൾ പോലും ട്രംപിനെതിരെ, യുദ്ധത്തിനെതിരെ നിലകൊള്ളുകയാണ്. ഈ ഒരു പ്രതിസന്ധിയിലാണ് അമേരിക്ക ഉള്ളത്. യുദ്ധത്തിൻ്റെ തീക്ഷ്ണമായ ദുരന്തങ്ങൾ ലോകവും അനുഭവിക്കുകയാണ്. ട്രംപിൻ്റെയും നെതന്യാഹുവിൻ്റെയും ഭ്രാന്തമായ തീരുമാനത്തിൻ്റെ ദുരന്തം ലോകം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്.